ഇപ്പൊ എല്ലാരും ഇങ്ങനെ പറഞ്ഞപ്പം സത്യം പറഞ്ഞാല് ഭയങ്കര സന്തോഷം തോന്നി. അതുപോലെ തന്നെ ഞാൻ എന്താ പറയുക, ഞാൻ ഇതിനു വേണ്ടി ഒരു നോർമൽ ഒരു വർക്ക് ചെയ്തതേ ഉള്ളൂ. ഈ പറയുന്ന പോലെ എനിക്ക് ഭയങ്കര എഫേർട്ട് എടുത്തൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ എന്താ പറയുക, എന്തായാലും അത് നല്ല രീതിയിൽ അത് നടന്നു. ശരിക്കും ഒരു ഇതുപോലെ ഒരു 5 to 6 hours അത്ര ഇതിനകത്ത് എടുത്തിട്ടുള്ളൂ. 2 റൂമേ ഉള്ളൂ സത്യം പറഞ്ഞാൽ. എൻ്റെ ഒരു ചെറിയ ഫ്ലാറ്റാണ്, 2 റൂം ഹോൾ. ഇതിനകത്താണ് ഈ പരിപാടിയെല്ലാം നടന്നത്. ഇതിലെനിക്ക് ഏറ്റവും ശരിക്കും ഒരു എക്സൈറ്റ്മെന്റ് തോന്നിയ ഒരു ഷോട്ട് എന്ന് പറഞ്ഞാല്, ഞങ്ങള് ഈ ഫ്ലാറ്റുകാർ ഇവരൊന്നും അറിയിച്ചിട്ടില്ല ഇങ്ങനെ ഒരു ഷൂട്ട് നടക്കുന്നോ, ഇതൊന്നും അറിഞ്ഞിട്ടില്ല. അപ്പം സജിത് ഭായി ഒരു ദിവസം ഇതുപോലെ ഞാനും ആശയും ഒരു ലൊക്കേഷനിൽ നിൽക്കുമ്പോഴാണ് എനിക്ക് കോള് വരുന്നത്. ഇങ്ങനെ ഷിയാസ് ഒരു സംഭവം ഉണ്ട്, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് സിറാജ് എന്ന് പറയുന്നത്, പുള്ളിയുടെ പേര് പറയാതിരിക്കാൻ പറ്റില്ല. പുള്ളി ഞങ്ങൾ മസ്കറ്റിൽ വെച്ചുള്ള ഫ്രണ്ടാണ്. അപ്പൊ പുള്ളിയുടെ ഫ്രണ്ടാണ് സജിത്ത്. അപ്പൊ അങ്ങനെ ആള് പറഞ്ഞു ഇതുപോലെ ഒരെണ്ണമുണ്ട്, എങ്ങനെ ചെയ്യാം, എനിക്ക് കുറച്ച് കാസ്റ്റ് ചെയ്ത് തരണം എന്ന് പറഞ്ഞു. ഞാനിപ്പം ഓക്കെ കാസ്റ്റ് ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞപ്പം ഇതിനകത്ത് ചെറിയ സീൻ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഞാനിപ്പം സാധാരണ ഞാൻ അങ്ങനെ ചാൻസ് അങ്ങനെ ചോദിക്കാൻ അന്ന് മടിയുള്ള അതുവരെ മടിയുള്ള ആളായിരുന്നു. ഞാനിപ്പോ ഇതിന്റെ ഡയറക്ടർ സജിത് ഭായി വിളിച്ചു, ആ ചെറിയ സാധനം അതിങ്ങനെ എനിക്ക് തരുമോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പം ആള് പറഞ്ഞു നിങ്ങളെ വിളിച്ചിട്ട് ഞാനത് ചെയ്യിക്കുന്ന എങ്ങനെ. അപ്പം ഞാനും മനീഷ് ചേച്ചി ആയിട്ടുള്ള സീരിയൽസ് ഒക്കെ ഇവര് കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞില്ല എനിക്കത് മതി എന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ ചെന്നു. പിന്നെ അത് കുറച്ചും കൂടെ ഒന്ന് വൈഡാക്കിയാണ് നമ്മൾ ഇതിലിപ്പം കാണിച്ചേക്കുന്നത്. പിന്നെ മനീഷ ചേച്ചിയെ കുറിച്ച് പറയാനാണെങ്കിൽ ചേച്ചി പറഞ്ഞ പോലെ തന്നെ ആദ്യം തന്നെ ഗുണ്ട എന്നാണ് ചേച്ചി സേവ് ചെയ്തത്. ഞാൻ നോക്കിയപ്പോ എടാ ഗുണ്ട 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 എന്നിങ്ങനെ എടുക്കുമ്പോഴേ എനിക്കും അത് കേട്ടപ്പം എന്താ ഞാൻ പറഞ്ഞു ചേച്ചി എന്റെ പേരൊന്ന് മാറ്റി പിടിക്കണം. അങ്ങനെ എന്താ പറയുന്നത്, ചേച്ചിയുടെ ഗുണ്ടായിട്ടാണ് ഞാൻ പോകുന്നത്. ചേച്ചിയുടെ ആളായിട്ട് ചേച്ചിക്ക് വേണ്ടിയുള്ള മുഴുവൻ ആ സീരിയലിൽ വൃത്തികേട് കാണിക്കുന്നതും ഞാൻ തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് ഒരു സീരിയൽ എന്റെ അമ്മയായിട്ട് വന്നു അല്ലെ, നമ്മുടെ മീനൂസ് കിച്ചണില്. അതെ, അപ്പൊ ചേച്ചി നീ ഇവിടെയും വന്നോടാ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഞങ്ങള് കുറച്ച് സീരിയൽസ് ഒക്കെ അങ്ങനെ ചേച്ചിയോട് ഇതുപോലെ തന്നെ ചേച്ചി പറഞ്ഞാല് നമുക്ക് എന്തെങ്കിലും വിഷമമുണ്ട് ചേച്ചിയോട് വിളിച്ച് പറയും, ചേച്ചി ഇതുപോലെ തിരിച്ച് അങ്ങനെ ഞങ്ങൾ അന്ന് മുതൽ തുടങ്ങിയ ഇന്ന് വരെ ഇപ്പൊ ഇവിടം വരെ നല്ല രീതിയിൽ നിൽക്കുന്നു. പിന്നെ ഇതുപോലെ തന്നെ ആശയും റസീം ഇവരെയൊക്കെ എനിക്ക് സിനിമയിൽ, പക്ഷെ അവർക്ക് പറ്റിയ ഒരു ക്യാരക്ടർ വന്നപ്പം ഞാൻ സജിത്ത് സാറിന് ഇട്ടുകൊടുത്തു. അദ്ദേഹം അത് സെലക്ട് ചെയ്തു എന്നുള്ളതല്ലാതെ ഞാനായിട്ട് അങ്ങനെ ഒത്തിരി അവരെ പ്രൊമോട്ട് ചെയ്യുന്നില്ല. എന്നാലും നമ്മൾ പറഞ്ഞത് നമുക്ക് പറ്റിയ ആൾക്കാരാണ് എന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പ്രൊഡ്യൂസർ എന്ത് കാര്യം ഉണ്ടെങ്കിലും ആളോക്കെ. ഇന്നലെ ഞാൻ പറഞ്ഞു നമുക്കൊന്ന് ഇറങ്ങണം എന്ന് പറഞ്ഞു. അപ്പം ആള് പറഞ്ഞു ഞാൻ പറഞ്ഞു എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ഓടിയിട്ട് എത്തണല്ലേ, നിങ്ങളും കൂടെ ഒന്ന് പറഞ്ഞു. ശരിക്കും ഇന്നലെ വൈകുന്നേരം എൻ്റെ കൂടെ ഒരു ഉച്ച മുതൽ അല്ലേ, ഉച്ച മുതൽ വന്നിട്ട് രാത്രി എൻ്റെ കൂടെ ഒരു 9:30 വരെ ഞങ്ങൾ പച്ച വെള്ളം കുടിക്കാതെ നിന്ന് ഈ കാര്യങ്ങളെല്ലാം പക്ഷെ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അത് കിട്ടി. പിന്നെ വീഡിയോസ്